IPC സഭയിലെ തെറിയൻ പാച്ചറിനും മകനുമെതിരെ കൊലപാതക ശ്രമത്തിന് കേസ്. IPCയിൽ ഇന്ത്യൻ പെന്തക്കോസ്ത് സഭയിൽ വത്സൻ എബ്രഹാമിന്റെ കുടുംബാധിപത്യം നിലനിർത്തി കൊണ്ടുപോകുവാൻ ചൊല്ലും ചെലവും കൊടുത്തു വളർത്തിക്കൊണ്ടുപോകുന്ന തെറിയൻ പാച്ചർ എന്നറിയപ്പെടുന്ന KP കുര്യൻ പാച്ചറിനും മകൻ ബ്രൈറ്റ് കുര്യനുമെതിരെ തിരുവല്ല പോലീസ് വധശ്രമത്തിന് കേസെടുത്തു. തെറിയൻ പാച്ചറിന്റെ മകൻ ബ്രൈറ്റ് കുര്യൻ പത്തനംതിട്ട യൂത്ത് കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി കൂടിയാണ്. അപ്പന്റെയും മകന്റെയും പേരിൽ വിവിധ പോലീസ് സ്റ്റേഷനുകളിലായി വധശ്രമങ്ങളടക്കം നിരവധി കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. കാപ്പ ചുമത്തി അകത്തുവിടേണ്ട KP കുര്യൻ പാച്ചറാണ് ഇന്ന് IPC സഭയുടെ ജനറൽ കൗൺസിൽ മെമ്പറും മാനേജരും പ്രയർ കൺവീനറും എല്ലാം. വാഹനത്തിന് സൈഡ് നൽകിയില്ല എന്നാരോപിച്ചാണ് ഇക്കഴിഞ്ഞ ദിവസം കോട്ടയം സ്വദേശികളായ പ്രിനീഷ്, ഷമീർ എന്നീ രണ്ട് യുവാക്കളെ അപ്പനും മകനും ചേർന്ന് വഴിയിലിട്ട് തല്ലിച്ചതച്ചത്. അപ്പനും മകനും സ്ഥിരം കാറിൽ കൊണ്ടു നടക്കുന്ന വീൽ സ്പാനർ മോഡലിലുള്ള ഇരുമ്പ് വടിക്കടിച്ചാണ് ഷമീർ എന്ന യുവാവിന്റെ കാൽമുട്ട് അടിച്ചു തകർക്കുകയും കണ്ണിന് പരിക്കേൽപ്പിക്കുകയും ചെയ്തത്. ഈ വിഷയത്തിലാണ് തിരുവല്ല പോലീസ് 1686/24 നമ്പറായി FIR രജിസ്റ്റർ ചെയ്ത് BNS 296B, 196 ക്ലോസ് 2, 118 ക്ലോസ് 1, 118 2, 3 ക്ലോസ് 5, 115 ക്ലോസ് 2 എന്നീ ജാമ്യമില്ലാ വകുപ്പുകൾ ചുമത്തി കേസ് രജിസ്റ്റർ ചെയ്തത്. പത്തനംതിട്ട തിരുവല്ല സ്വദേശിയായ തെറിയൻ പാച്ചർ എന്നറിയപ്പെടുന്ന KP കുര്യൻ, മകൻ ബ്രൈറ്റ് കുര്യൻ എന്നിവർക്കും കണ്ടാലറിയാവുന്ന മറ്റൊരാൾക്കുമെതിരെയാണ് തിരുവല്ല പോലീസ് കേസെടുത്തിരിക്കുന്നത്. കോട്ടയം വേളൂർ സ്വദേശിയായ പ്രിനീഷ്, ഇദ്ദേഹത്തിന്റെ സുഹൃത്തായ ഷമീർ എന്നിവരുടെ പരാതിയിന്മേലാണ് തിരുവല്ല പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഇക്കഴിഞ്ഞ നവംബർ 4 വൈകിട്ട് 6 മണിയോടെ തിരുവല്ല റെയിൽവേ സ്റ്റേഷന് സമീപം ഞെക്കുവള്ളിയിലായിരുന്നു സംഭവം. കാറിനുള്ളിൽ നിന്നും പുറത്തിറങ്ങിയ ഷമീറിനെ ചവിട്ടി റോഡിലേക്ക് വീഴിക്കുകയും കമ്പിവടിക്ക് സമാനമായ മാരകായുധം ഉപയോഗിച്ച് ആക്രമിക്കുകയും ചെയ്തതായി പോലീസിന് നൽകിയ മൊഴിയിൽ പറയുന്നു. നാട്ടുകാർ ഓടിക്കൂടിയതോടെയാണ് തെറിയൻ പാച്ചറുടെയും മകന്റെയും കയ്യിൽ നിന്നും പ്രിനീഷും ഷമീറും രക്ഷപ്പെട്ടത്. ഇവിടെ നിന്നും രക്ഷപ്പെട്ട ഇവർ നേരെ ആശുപത്രിയിൽ ചികിത്സ തേടി തുടർന്ന് പോലീസിൽ പരാതി നൽകുകയായിരുന്നു. തെറിയൻ കുര്യനെ വെച്ചാണ് വത്സൻ എബ്രഹാം IPCയിലെ മറ്റു പാസ്റ്റർമാരെ ചൊൽപ്പടിയിൽ നിർത്തുന്നത്. 15 വർഷം മുമ്പ് ഗജ ഫ്രോഡായ KP കുര്യനെ സഭയിൽ നിന്നും പുറത്താക്കിയിരുന്നു. എന്നാൽ തെറിയൻ KP കുര്യൻ വത്സന്റെ സഹായിയായതോടെ IPC കേരള സ്റ്റേറ്റ് കൗൺസിലിലും കേരള സ്റ്റേറ്റ് ജനറൽ കൗൺസിലും മത്സരിച്ചു, വൃത്തിയായി തോറ്റു. എങ്കിലും വത്സൻ എബ്രഹാമിന്റെ പ്രത്യേക താല്പര്യപ്രകാരം സ്റ്റേറ്റ് കൗൺസിൽ ഓഫീസ് മാനേജറാക്കി, ജനറൽ കൗൺസിൽ മെമ്പറുമാക്കി, കൺവെൻഷനുകളുടെ എല്ലാം മുഖ്യ പ്രാസംഗികനുമാക്കി. അങ്ങനെ തെറിയൻ കുര്യൻ വിലസുകയാണ്. തെറിയൻ കുര്യൻ ദൈവവചനം പറയുന്നത് കേൾക്കുമ്പോൾ ആരും ഒരു സ്തോത്രം പറഞ്ഞു പോകും. സംശയമുണ്ടോ? ഇതാ കണ്ടോ, ിന്റെ ശക്തി ഇന്ന് പകൽ നിന്റെ മേൽ ഒരഗ്നിനാവായി ഈ മുൻവശം മുതൽ പുറകുവശം വരെയും അഗ്നിനാവായി. തെറിയൻ പാച്ചർ IPC തെരഞ്ഞെടുപ്പിൽ തോറ്റു ഗുണ്ടായിസം കാണിച്ചപ്പോൾ നാട്ടുകാർ പോലീസിനെ വിളിച്ചപ്പോൾ പോലീസ് എത്തിയപ്പോൾ കുര്യനും മകനും പോലീസിനെ വിരട്ടുന്നത് കാണുക. തെറിയൻ പാച്ചറും കുടുംബവും ഉപദ്രവിക്കുന്നു എന്ന് സഭയിലെ തന്നെ മറ്റൊരു പാസ്റ്റർ പരാതി കൊടുത്തപ്പോൾ അത് അന്വേഷിക്കുവാനെത്തിയ പോലീസിനെ കുര്യനും ഭാര്യയും മകനും ചേർന്ന് വിരട്ടി ഓടിക്കുന്നത് കാണുക. കോടതി വിധി വായിച്ച് കേൾപ്പിക്കും സാറേ, കോടതി വിധി വായിച്ച് കേൾപ്പിക്കും. ഐസക് കൊണ്ട് ഐസക്കിന് ഗുണ്ടായിസം സഹിക്കവയ്യാഞ്ഞ് സഭയിൽ നിന്നും പുറത്താക്കിയ കുര്യനെ വീണ്ടും കൊണ്ടുവന്നത് വത്സൻ എബ്രഹാമാണ്. വധശ്രമമടക്കം നിരവധി കേസുകളിൽ പ്രതിയാണ് ഈ അപ്പനും മകനും. ഈ ക്രിമിനലാണ് കുമ്പനാട് കൺവെൻഷന് മുന്നോടിയായുള്ള 100 ദിന ഉപവാസ പ്രാർത്ഥന നയിച്ചത് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് കാര്യങ്ങൾ ഏറെക്കുറെ പിടികിട്ടും. കൊലപാതക ശ്രമത്തിന് അപ്പന്റെയും മകന്റെയും പേരിൽ ജാമ്യമില്ലാ വകുപ്പിട്ട് കേസെടുത്തിരിക്കുന്നതിനാൽ അപ്പനും മകനും ഒളിവിലാണ്. ജില്ലാ കോടതിയിൽ മുൻകൂർ ജാമ്യത്തിന് അപേക്ഷ നൽകിയിട്ടുണ്ടെങ്കിലും കോടതി ഇതുവരെ കേസ് പരിഗണിച്ചിട്ടില്ല. ഇരുമ്പ് വടിക്ക് അടിയേറ്റ് മുട്ടു തകർന്ന പ്രിനീഷിന് അടുത്ത ദിവസം സർജറി നടക്കും. തെറിയൻ പാച്ചറെയും മകനെയും രക്ഷപ്പെടുത്തുവാൻ കോൺഗ്രസിലെ മുതിർന്ന നേതാക്കൾ അടക്കം സ്റ്റേഷനുമായി ബന്ധപ്പെട്ടിട്ടുണ്ട് എന്നാണ് വിവരം. കൊലപാതക ശ്രമങ്ങൾ ഉൾപ്പെടെ
നിരവധി കേസുകളിൽ പ്രതിയായ ഈ കൊടും ക്രിമിനലിനെ യൂത്ത് കോൺഗ്രസ് പത്തനംതിട്ട ജില്ലാ സെക്രട്ടറി സ്ഥാനത്ത് നിന്നും എത്രയും വേഗം പാർട്ടി നേതൃത്വം നീക്കം ചെയ്യണം എന്നാണ് നാട്ടുകാരുടെ ആവശ്യം. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.